ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഫലശ്രുതിയുടെ 21 മുതൽ 25 വരെയുള്ള 5 ശ്ലോകങ്ങളും അവയുടെ അർത്ഥവുമാണ് പറയുന്നത്. ശ്ലോകം 21. പൗർണമാസ്യാം ചന്ദ്രബിംബേ ധ്യാത്വാ ശ്രീലളിതാംബിക പഞ്ചോപചാരൈ സംപൂജ്യ പഠേ നാമ സഹസ്രകം. ശ്ലോകം 22. സർവേ രോഗാ പ്രണശ്യതി ദീർഘായുഷ്യം ച വിന്ദതി അയം ആയുഷ്കരോ നാമ പ്രയോഗ കൽപ്പചോദിതഃ. ഇതിൻ്റെ അന്വയം നോക്കാം. പൗർണമാസ്യാം എന്നാൽ പൗർണമാസിയിൽ, അതായത് വെളുത്തവാവ് ദിവസം, ചന്ദ്രബിംബേ ചന്ദ്രമണ്ഡലത്തിൽ, ശ്രീ ലളിതാംബികാം ധ്യാത്വ ശ്രീ ലളിതാംബികയെ ലളിതാദേവിയെ ധ്യാനിച്ചിട്ട്, പഞ്ചോപചാരൈ 5 ഉപചാരങ്ങളെ കൊണ്ട്, സംപൂജ്യ അതായത് വഴി പോലെ പൂജിച്ചിട്ട്, നാമ സഹസ്രകം പഠേത് സഹസ്രനാമ സ്തോത്രത്തെ പഠിക്കണം. സർവേ രോഗ എല്ലാ രോഗങ്ങളും, പ്രണശ്യന്തി തീരെ നശിക്കുന്നു, ദീർഘായുഷ്യം ദീർഘായുസ്സിനെ, വിന്ദതി ച പ്രാപിക്കുകയും ചെയ്യുന്നു, അയം ഇത്, കൽപ്പചോദിത കൽപ്പശാസ്ത്രത്തിൽ പറയപ്പെട്ട ആയുഷ്കര നാമപ്രയോഗ ആയുഷ്കരമെന്നു പേരായ പ്രയോഗമാകുന്നു. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. വെളുത്തവാവു ദിവസം ചന്ദ്രബിംബത്തിൽ ശ്രീ ലളിതാദേവി ഇരിക്കുന്നതായി ധ്യാനിച്ച്, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം എന്നിവയാകുന്ന പഞ്ചോപചാരങ്ങളെ കൊണ്ട് പൂജിച്ച് സഹസ്രനാമം ജപിക്കണം. എന്നാൽ എല്ലാ രോഗങ്ങളും നശിക്കുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും. ഇത് കൽപ്പശാസ്ത്രത്തിൽ വിധിക്കപ്പെട്ട ആയുഷ്കരമെന്ന പ്രയോഗമാകുന്നു. വെളുത്തവാവു ദിവസം പൂർണ്ണചന്ദ്രൻ്റെ രൂപത്തിൽ 15 തിഥി നിത്യാദേവതമാരും 16ാമത്തെ സാദ എന്ന കലയും തിളങ്ങുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ 240ാമത്തെ നാമം ചന്ദ്രമണ്ഡല മധ്യഗ എന്നാണല്ലോ. ദേവി ചന്ദ്രമണ്ഡലത്തിലെ കേന്ദ്രബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്നു. ദേവിയെ പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായി സങ്കൽപ്പിച്ച് ശ്രീ ലളിത സഹസ്രനാമം ജപിക്കുന്ന ഭക്തന് ആയുരാരോഗ്യ സൗഭാഗ്യം ലഭിക്കുന്നതായി പറയപ്പെടുന്നു. ഈ രീതിയെ ആയുഷ്കാരപ്രയോഗം എന്നും പറയുന്നു. അഹം അഗ്നിശിരോനിഷ്ഠ ത്വം സോമശിരസി സ്ഥിത അഗ്നി സോമാത്മകം വിശ്വം ആവാഭ്യാംസം ദിഷ്ടിതം എന്ന് ശിവപുരാണത്തിൽ പരമശിവൻ അഗ്നിയുടെ ശിരോഭാഗത്തും ദേവി ചന്ദ്രബിംബത്തിൻ്റെ മധ്യത്തിലും വസിക്കുന്നതായി പറയുന്നു. ചന്ദ്രൻ്റെ മണ്ഡലം എന്നു പറയുന്നത് ശ്രീചക്രം തന്നെയാണെന്നും വ്യാഖ്യാനമുണ്ട്. ശ്രീദേവിയുടെ ഉപാസകർ ഓരോ വേളയിലും ശ്രീവിദ്യ സന്ധ്യാവന്ദനം നടത്തണമെന്നും അത് കഴിഞ്ഞ് അർദ്ധരാത്രിയിലും സന്ധ്യാവന്ദനം ചെയ്യണമെന്നും തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു. 21ാം ശ്ലോകത്തിലെ ധ്യാത്വ എന്നത് ദേവീരൂപത്തെ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ സങ്കല്പിക്കപ്പെടണം എന്നാണ്. അതുപോലെ സംപൂജ്യ എന്നത് ആത്മാവും ദേവിയും തമ്മിലുള്ള അദ്വൈതഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു. ശ്ലോകം 23. ജ്വരാർത്ഥം ശിരസി സ്പൃഷ്ട്വാ പഠേ നാമ സഹസ്രകം തത്ക്ഷണാത് പ്രശമം യാതി
ശിരസ്തോ ദോജ്വരോപിച. അന്വയം നോക്കാം. ജരാർത്ഥം എന്ന് പറയുമ്പോൾ ജരപീഡ തന്നെ. ശിരസിൽ സ്പൃഷ്ടുവ എന്നാൽ തലയിൽ തൊട്ട്. നാമസഹസ്രകം പഠേത്, സഹസ്രനാമത്തെ ജപിക്കണം, ലളിതാ സഹസ്രനാമത്തെ ജപിക്കണം. തക്ഷണാത് തത്സമയം തന്നെ. ശിരസ്തോത തലയിലെ വേദനയും, ജ്വര അപിച്ച ജ്വരവും, പ്രശമം യാതി പ്രശമത്തെ പ്രാപിക്കുന്നു, അതായത് ശമിക്കുന്നു. തലവേദനയും പനിയും എല്ലാം മാറുന്നു, ശമിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ജ്വരപീഡിതനായവനെ തലയിൽ തൊട്ട്, ഇവിടെ ജ്വരമെന്നാൽ പനി എന്ന അർത്ഥമാണ്. ജ്വരപീഡിതനായവനെ തലയിൽ തൊട്ട് സഹസ്രനാമം ജപിക്കണം. തൽക്ഷണം തന്നെ തലവേദനയും പനിയും ശമിക്കുന്നു. ഇതിൻ്റെ വിശദമായി പറഞ്ഞാൽ, ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിയ ശേഷം 1000 നാമങ്ങൾ ഒരു കൈ രോഗിയുടെ തലയിൽ തൊട്ടുകൊണ്ട് ജപിക്കണം. കൈ മാറ്റിയ ശേഷം വേണം ഫലശ്രുതി ചൊല്ലേണ്ടത്. രോഗിക്ക് സ്വയം തലയിൽ കൈവച്ചും ഈ നാമം ജപിക്കാവുന്നതാണ്. മറ്റൊരാൾ രോഗിയുടെ തലയിൽ കൈവച്ച് ജപിക്കുന്നത് പോലെ തന്നെ രോഗിക്കും സ്വയം തലയിൽ കൈവച്ച് സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഇനി 24-ാമത്തെ ശ്ലോകം. സർവവ്യാധി നിവൃത്യർത്ഥം സ്പൃഷ്ട്വാ ഭസ്മ ജലേദിദം തത് ഭസ്മധാരണാദേവ നശ്യന്തി വ്യാധയ ക്ഷണാത്. ഇതിൻ്റെ അന്വയം നോക്കാം. സർവവ്യാധി നിവൃത്യർത്ഥം എല്ലാ വ്യാധികളുടെയും നിവാരണത്തിനു വേണ്ടി ഭസ്മസ്പൃഷ്ട്വ ഭസ്മത്തെ തൊട്ടിട്ട് ഇതം ജപത് ഇതിനെ ജപിക്കണം, ലളിതാ സഹസ്രനാമത്തെ ജപിക്കണം. തത് ഭസ്മധാരണാദേവ ആ ഭസ്മം ധരിക്കുന്നത് കൊണ്ടു തന്നെ വ്യാധയ വ്യാധികൾ ക്ഷണാത് നശ്യന്തി ക്ഷണത്തിൽ നശിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എല്ലാ വ്യാധികളും ശമിക്കുന്നതിനു വേണ്ടി ഭസ്മത്തെ തൊട്ടുകൊണ്ട് വേണം സഹസ്രനാമത്തെ ജപിക്കാൻ. ആ ഭസ്മധാരണത്താൽ തന്നെ രോഗം ക്ഷണത്തിൽ നശിക്കുന്നു. ഇനി 25-ാമത്തെ ശ്ലോകം. ജലം സമ്മന്ത്ര്യ കുംഭസ്ഥം നാമസാഹസ്രതോ മുനെ അഭിഷിഞ്ചേത് ഗ്രഹഗ്രസ്താൻ ഗൃഹാനശ്യന്തി തത്ക്ഷണാത്. ഹേ മുനെ, അല്ലയോ മഹർഷേ, കുംഭസ്ഥം ജലം കുടത്തിലുള്ള വെള്ളം നാമസാഹസ്രത സഹസ്രനാമം കൊണ്ട് സമ്മന്ത്രിയ അഭിമന്ത്രണം ചെയ്തിട്ട് ഗ്രഹസ്ഥാൻ എന്ന് വെച്ചാൽ ഗ്രഹങ്ങളാൽ ഭൂതാദികളാൽ ഗ്രസിക്കപ്പെട്ടവരെ അഭിഷിഞ്ചേത് തളിക്കണം. തക്ഷണാത് സമയം തന്നെ ഗ്രഹ നശ്യന്തി ഗ്രഹങ്ങൾ നശിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പറയാം. ഒരു കുടത്തിൽ വെള്ളം നിറച്ച് അത് തൊട്ട് സഹസ്രനാമം ജപിക്കണം. ഭൂതഗ്രഹബാധയുള്ളവരുടെ മേൽ ആ വെള്ളം തളിക്കുക. ഉടനെ ഗ്രഹബാധ ദോഷങ്ങൾ ശമിക്കും. ഇവിടെ ഗ്രഹങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ശനി, രാഹു, കേതു മുതലായവയുടെ ദോഷങ്ങളെ ഉദ്ദേശിച്ചാണ്. അതും ഗ്രഹപ്പിഴകൾ വരുത്തുന്നവയാണല്ലോ. നമ്മളുടെ കഷ്ടകാലത്തിനെയാണ് ഈ ഗ്രഹദോഷം എന്ന് പറയുന്നത്. എല്ലാ ദുരാത്മാക്കളെയും ഉദ്ദേശിച്ചാണ് ഗ്രഹദോഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതെന്നും വ്യാഖ്യാനം കാണുന്നു. ഇനി 25 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. 21 മുതൽ 25 വരെയുള്ള 5 ശ്ലോകങ്ങളുടെ അർത്ഥം.
അടുത്ത കുറച്ച് ശ്ലോകങ്ങളുടെ അർത്ഥം അടുത്ത വെള്ളിയാഴ്ച പറയാം. മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു. നന്ദിയും. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.